തൈറോയിഡ്, ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നീ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ, എന്നാൽ ഈ ഖുർആനിക ആത്മീയ മരുന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ രോഗത്തിന് വേണ്ടി ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. അപ്പോൾ ഈ രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങളും ഇതിന് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നും അത് കേട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഖുർആനിക ആത്മീയ മരുന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡോക്ടറെ കുറിപ്പ് നിങ്ങളൊന്ന് കേൾക്കി. ആദ്യം, തൈറോയിഡ്, പ്രമേഹം, ഷുഗർ, ഉയർന്ന രക്തസമ്മർദ്ദം, ബി എന്നിവ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇവ നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഭക്ഷണക്രമങ്ങളും ഒഴിവാക്കേണ്ടവയും താഴെ പറയുന്നു. ഒന്നാമത്തെ, തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തിലെ വ്യത്യാസം കാരണം പ്രധാനമായും 2 അവസ്ഥകളാണുള്ളത് തൈറോയിഡിന്. ഒന്നാമത്തത് ഹൈപ്പോ തൈറോയിഡിസം, ഹോർമോൺ കുറവ് അഥവാ വണ്ണം കൂടും. ഒഴിവാക്കേണ്ടവ അഥവാ പരിമിതിപ്പെടുത്തേണ്ടവ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കപ്പ, മരച്ചീനി, സോയ ഉൽപ്പന്നങ്ങൾ, നിലക്കടല, ചീര, ഗോതമ്പ്, മൈദയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ കുറയ്ക്കണം. കഴിക്കേണ്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. സിങ്ക്, സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ട, മീൻ, ചിക്കൻ, നട്ട്സ്, ഓട്സ്, പയർവർഗ്ഗങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക. ഇനി രണ്ടാമത്തത് ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോൺ കൂടുതൽ, വണ്ണം കുറയും ഈ തൈറോയിഡിസത്തിൽ. ഒഴിവാക്കേണ്ടവ അയഡിൻ കൂടിയ ഉപ്പ് കടൽ മത്സ്യങ്ങൾ, മുട്ടയുടെ അയഡിൻ കൂടിയ ഉപ്പ് കടൽ മത്സ്യങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു, പാൽ ഉൽപ്പന്നങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം. ഇനി രണ്ടാമത്തത് പ്രമേഹം, ഷുഗർ, ഡയബറ്റിസ് ഉള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിനായി ഒഴിവാക്കേണ്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര, ശർക്കര, മധുര പലഹാരങ്ങൾ, പഴച്ചാറുകൾ, ഫ്രൂട്ട്സ് ജ്യൂസ്, മൈദ, വെള്ളയരി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. ഇനി കഴിക്കേണ്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. നാരുകൾ കൂടിയ ആഹാരം, ഓട്സ്, റാഗി, തവിടുള്ള അരി, ബ്രൗൺ റൈസ്, പച്ചക്കറികൾ, നട്ട്സ്, മുട്ടയുടെ വെള്ള എന്നിവ കഴിക്കണം. ഇനി മൂന്നാമത്തത് ഉയർന്ന രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. അങ്ങനെയുള്ളവർ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപ്പ് അഥവാ സോഡിയം കുറയ്ക്കുക എന്നതാണ് പ്രധാനം. ഒഴിവാക്കേണ്ടവ ഉപ്പിലിട്ടത്, അച്ചാറ്, ഉണക്കമീൻ, പപ്പടം, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ വറുത്തവ ഒഴിവാക്കണം. കഴിക്കേണ്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ധാരാളം വെള്ളം, ഒലിവ് ഓയിൽ, മത്സ്യം എന്നിവ കഴിക്കണം. പിന്നെ പ്രധാനപ്പെട്ട പൊതുവായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം. വ്യായാമം ദിവസവും കുറഞ്ഞത് 30-40 മിനിറ്റ് വ്യായാമം, യോഗം, യോഗ എന്നിവ നടത്തമോ അല്ലെങ്കിൽ യോഗയോ. മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് 3 രോഗങ്ങൾക്കും വളരെ പ്രധാനമാണ്. ഓക്കെ. മരുന്ന് കൃത്യസമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. ഇനി കുറിപ്പ് പറഞ്ഞുതരാം. രോഗാവസ്ഥയുടെ തീവ്രത അനുസരിച്ച് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരാം. കൃത്യമായ ഡയറ്റ് പ്ലാനിനായി ഒരു ഡയറ്റീഷ്യനെയോ ഡോക്ടറെയോ സമീപിക്കുക. ഇതാണ് ഡോക്ടറും ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട ഈ 3 രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും നിങ്ങൾ ചെയ്യേണ്ട ഭക്ഷണക്രമങ്ങളും. ഇനി ഖുർആനിക ആത്മീയമായ മരുന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൈറോയിഡ്, ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവയിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ ആത്മീയ മരുന്ന്, ഈ ഖുർആനിക മരുന്ന് നിങ്ങളൊന്ന് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? സൂറത്തുൽ ഇൻഷിറാഖ് എന്ന സൂറത്ത് 151 തവണ കരിഞ്ജീരകത്തിൽ ഓതി 41 ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം കുടിക്കുക. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് അല്ല, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ കരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഈ 2 ഗ്ലാസ്സുള്ള വെള്ളം 1 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് ആ കരിഞ്ജീരകത്തിൻ്റെ വെള്ളം എടുത്ത് അതിലേക്ക് സൂറത്തുൽ ഇൻഷിറാഖ് 151 തവണ ഓതിയതിന് ശേഷം 41 ദിവസം തുടർച്ചയായി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുക. സൂറത്തുൽ ഇൻഷിറാഖ് അറിയില്ലേ? ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب.
അപ്പോൾ ഈ സൂറത്ത് ഞാൻ പറഞ്ഞ പ്രകാരം ഓതിയിട്ട് കരിഞ്ജീരക വെള്ളം കുടിക്കുക ഇൻഷാ അള്ളാ. എന്നാൽ നിങ്ങൾക്ക് ഇനി ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ അടുത്തും പോകേണ്ടി വരില്ല. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ, ഈ അസുഖത്തെ ഷിഫാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.